ഇവിടെ പക്ഷേ GCC രാജ്യങ്ങളെ ആശങ്കപ്പെടുത്തുന്ന രീതിയിലാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. ഇതിൽ നിന്ന് ഇറാൻ പിന്മാറുമെന്ന് കരുതുന്നുണ്ടോ താങ്കൾ? തുടർ ആക്രമണങ്ങൾ പ്രതീക്ഷിക്കേണ്ടി തന്നെ വരില്ലേ? തീർച്ചയായിട്ടും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ പിൻവാങ്ങാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇസ്രായേലിനെ വരെ ആക്രമിച്ചുകൊണ്ട് അവർ കാണിക്കുന്നത്. അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലെ ഏതാണ്ട് എല്ലാ രാഷ്ട്രങ്ങളെയും അയൽപക്കക്കാരായ രാഷ്ട്രങ്ങളെ മുഴുവൻ ആക്രമിക്കുക. ശരിക്കും പറയുന്നത് US-ൻ്റെ താവളങ്ങളാണ് തങ്ങൾ ആക്രമിക്കുന്നു പറഞ്ഞാലും അവർ മറ്റ് രാഷ്ട്രത്തിൻ്റെ പരമാധികാര മേഖലയിലേക്ക് കടന്നു കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു വലിയ നീക്കമാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അവർ ഇതിൽ കീഴടങ്ങാൻ പെട്ടെന്ന് തയ്യാറല്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇതവരുടെ നേരത്തെയുമുള്ള പ്ലാൻ അങ്ങനെ തന്നെയായിരുന്നു. ഇസ്രായേലുമായിട്ടുള്ള വാറിലും അവർ അത്തരത്തിലാണ് ഉദ്ദേശിച്ചിരുന്നത്. ക്ലർജിയെ തന്നെ ഖമേനിക്ക് പകരം അടുത്തയാൾ, അതിനടുത്തയാൾ എന്ന രീതിയിലും, അതുപോലെ തന്നെ കമാൻഡർ ഇൻ ചീഫിന് പകരം അടുത്തയാൾ, അതിനടുത്തയാളെന്ന് പറഞ്ഞൊരു ഹൈറാർക്കി സൃഷ്ടിച്ചുകൊണ്ട് ആ ഹൈറാർക്കിയെ വരെ നിലനിർത്തിക്കൊണ്ട് വാർ എങ്കിൽ വാർ, അതിൽ ഞങ്ങൾ പിന്നോട്ടില്ല എന്ന രീതിയിലേക്കാണ് അവർ എല്ലായ്പ്പോഴും പോയിക്കൊണ്ടിരുന്നത്. അവർക്ക് ഇറാഖിന് സംഭവിച്ചത് എന്താണെന്നറിയാം, സദാം ഹുസൈന് സംഭവിച്ചത് എന്താണെന്നറിയാം. അപ്പോൾ അതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവർ ഒരു കടുത്ത നീക്കത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതിന് സംശയമില്ല. ഇത് അമേരിക്കയിലും പലർക്കും ഭയമുണ്ട്. ഒബാമയുടെ സെക്യൂരിറ്റി അഡ്വൈസർ, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിരുന്ന ബെൻ റോഡ്, അദ്ദേഹം റോഡെന്നാണ് പ്രൊണൗൺസിയേഷൻ തോന്നുന്നു, അദ്ദേഹം പറഞ്ഞത് ഇത് US-നും ലോകത്തിനും അത്ര നല്ല കാര്യമല്ല എന്ന് തന്നെയാണ്. കാരണം ഇത് നീണ്ടു നിൽക്കുകയാണെങ്കിൽ ലോകത്ത് അശാന്തി പടർത്താനും വിലക്കയറ്റം ഉൾപ്പെടെയുള്ളവ വർദ്ധിപ്പിക്കാനും ഓയിൽ പ്രൈസ് കൂടാനും മൊത്തത്തിലൊരു ട്രാഫിക് ജാം എല്ലാ അർത്ഥത്തിലും വരുത്താനായിരിക്കും ഈ വാർ നീണ്ടുപോയാൽ ഉണ്ടാകുക. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ വാർ നീട്ടിക്കൊണ്ടു പോവുക എന്നുള്ളത് അവരുടെ തന്ത്രമാണ്. അവർക്ക് ആയുധങ്ങൾ കുറവാണെങ്കിലും ഉള്ളവ വെച്ച് അവർ ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് കാണാൻ കഴിയും. അഫ്ഗാനിസ്ഥാനിൽ നമ്മൾ കണ്ടതാണ്. US-ൻ്റെ ആക്രമണം അഫ്ഗാനിസ്ഥാനെ തരിപ്പണമാക്കിയെങ്കിൽ പോലും കീഴടക്കാൻ കഴിഞ്ഞില്ല. അതായത് ഗ്രൗണ്ട് വാറിലേക്ക് പോകാത്തിടത്തോളം കാലം ഒരു രാഷ്ട്രത്തിനെ പൂർണ്ണമായും കീഴടക്കാൻ കഴിയില്ല. ഇറാൻ എന്ന് പറയുന്നത് ഒരു വലിയ രാഷ്ട്രമാണ്. ആ വലിയ രാഷ്ട്രത്തിൻ്റെ പരിധിയിൽ വെറുതെ ബോംബിട്ടതുകൊണ്ട് മാത്രം കീഴടക്കൽ നടക്കില്ല. അതിന് ഗ്രൗണ്ട് ഓപ്പറേഷൻസ് വേണ്ടി വരും. ആ ഗ്രൗണ്ട് ഓപ്പറേഷൻസിന് ഇപ്പോൾ US-ന് തയ്യാറുണ്ടോ? അവർക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഖേദകരമായ അനുഭവങ്ങൾ, നിരവധി മരണങ്ങൾ, ജോർജ് W. ബുഷിൻ്റെ കാലത്ത് ഉണ്ടായതുപോലെ, അഫ്ഗാൻ്റെ ആക്രമണത്തിൽ ഉണ്ടായതുപോലെയൊക്കെയുള്ള കാഷ്വാലിറ്റീസ് വന്നു കഴിഞ്ഞാൽ ധനനഷ്ടവും സാമ്പത്തിക നഷ്ടവും സ്രോതസ്സിൻ്റെ ആയുധങ്ങളുടെ നഷ്ടവും ഒക്കെ ഉൾപ്പെടെ വരുമ്പോൾ അത് അമേരിക്കയ്ക്ക് താങ്ങാനാവുമോ എന്നും പറയാൻ കഴിയില്ല. എന്തായാലും ഇത് മറ്റൊരു വാർത്തയുണ്ട്. ഇപ്പോൾ ഇസ്രായേലി TV സോഴ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഖമനേയി കൊല്ലപ്പെട്ടു എന്ന രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത്. ശ്രീ സ്റ്റീഫൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ പ്രചരിക്കുന്നുണ്ട് അല്ലേ ഇസ്രായേലിൽ? പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണമില്ല. പിന്നെ മറ്റൊരു വാർത്തയും ഇതേ ചാനലുകൾ തന്നെ കൊടുക്കുന്നുണ്ട്, ഇസ്രായേലി മാധ്യമങ്ങൾ. അത് ഖമനേയി രാജ്യത്തെ ഇറാനെ അഭിസംബോധന ചെയ്യും, ഒരു ബ്രോഡ്കാസ്റ്റ് ഉണ്ടാവും അക്കാര്യത്തിൽ എന്നുള്ളതാണ്. പക്ഷേ അത് തന്നെ ചിലപ്പോൾ നേരത്തെ റെക്കോർഡ് ചെയ്തതായിരിക്കാം എന്നുള്ള രീതിയിലും ഇതേ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. എന്താണ് ഇസ്രായേലിൽ ഇപ്പോൾ പ്രചരിക്കുന്നത്? അലി ഖമനേയി കൊല്ലപ്പെട്ടു എന്ന രീതിയിൽ തന്നെയാണോ അവകാശവാദമുള്ളത് അവിടെ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.